ഗൈസ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് പറയാൻ കാര്യം ഇപ്പോഴും ഗുഡ് ഈവനിങ് ആണ്. ഇത് പോസ്റ്റ് ചെയ്യുന്നത് മേ ബി ഗുഡ് ഈവനിങ് ആയിരിക്കും. വെൽക്കം ടു പുതിയ വീക്കെൻഡ്. അതെന്തൊരു വീക്കെൻഡ് അതായത് വീക്കെൻഡ് വ്ളോഗിലോട്ട് സ്വാഗതം. വീക്കെൻഡ് ടൈമിലാണ് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നത്. നിങ്ങളാരും വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വീക്കെൻഡ് വ്ളോഗുകൾ മാത്രം, എന്റർടൈൻമെന്റ് വ്ളോഗുകൾ മാത്രം പോസ്റ്റ് ചെയ്യുന്നത്. കാർ എടുത്ത ടൈമിലാണ് കുറച്ച് എയർ കുറവായിട്ട് തോന്നി. അങ്ങനെ നേരെ കൊണ്ടുപോയി എയറും ചെക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, സുഭാഷിന്റെ വീട്ടിലോട്ടാണ്. ആ ആണെങ്കിൽ അവൻ വിളിക്കുന്നിടത്ത് വരൊക്കെ നടക്കത്തുള്ളൂ. അവൻ പ്ലാൻ ചെയ്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മളെല്ലാവരും പോകും, അല്ലെങ്കിൽ നമ്മൾ പോകുന്നിടത്ത് അവൻ കാണത്തില്ല. അതാണ് സുഭാഷിനെ പറ്റി പറയാനാണെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് ജർമ്മന്റെ നാട്ടിൽ വിതിര കുറച്ച് ഓണപരിപാടി മീൻസ് 28 ഓണത്തിന് ഇവിടെ നാട്ടിലൊക്കെ നല്ല പരിപാടിയുണ്ട്. എൻ്റെ നാട്ടിലുണ്ടായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ പരിപാടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് പോകാൻ കുറച്ചേ ഉള്ളൂ. ചെറിയൊരു സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആയിരുന്നു. സോ നിങ്ങളത് കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ എവിടെ എത്തിക്കാണും, ഞാൻ സുഭാഷിൻ്റെ വീട്ടിലെത്തിക്കാണും. അപ്പോൾ ശരി, പോയി കണ്ടിട്ട് വരൂ ഗൈസ്. നമ്മളിപ്പോൾ ജർമ്മൻ്റെ നാട്ടിലെ 28 ഓണത്തിൻ്റെ ആഘോഷത്തിലെ പരിപാടി കാണാൻ വന്നിരിക്കും. പണ്ട് നമ്മൾ ഈ അമ്പലപ്പറമ്പുകളിലൊക്കെ പോയിരുന്ന കാണുന്നത് ഉത്സവത്തിൻ്റെ ഒരു വൈബ് എനിക്കും ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിക്കും. ഇവിടെ ജർമ്മൻ ഇരിക്കുന്നു. ജർമ്മനെ കാണാമോ? അവനെ കാണുക. സുഭാഷുണ്ട്, പിന്നെ അവിടെ ആരൊക്കെയുണ്ട്? പൂക്കയുണ്ട്, മറ്റവന്മാരാര്, ഉണ്ണിയുണ്ട്, എല്ലാ പയ്യന്മാരും. ഹായ് ഹലോ. അയ്യോ കിട്ടിയില്ല. ഹായ് ഹലോ വരൂ ഗൂയിസ്, നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, സുഭാഷിൻ്റെ ടെറിട്ടറിയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട ഈ ഒരു കരിമല കയറ്റം, ശബരിമലയ്ക്ക് പോലും ഇങ്ങനത്തെ കയറ്റം കൊടുക്കരുതേ. വണ്ടിയും താഴെ ഇട്ടിട്ടാണ് ഞാനിങ്ങനെ നടന്ന് വരുന്നത്. ഇവിടെ ഇല്ലടാരും ഈ ഗേറ്റ് കിടന്ന് നമുക്കകത്ത് കയറണം. സ്കോൾ സുബ്രു, ഗേറ്റ് തുറക്കോടാ, ഗേറ്റ് തുറക്കോ. ചെമ്പകത്തേന്തര അതെ, 3 മണിയല്ല 2:30 വരാന്നും പറഞ്ഞിറങ്ങിയ ആളാണ് വിഷ്ണു. ഹലോ, നമ്മുടെ പേര് രശീദ്. എപ്പോഴിറങ്ങും? ഞാൻ നെടുമ്പങ്ങാട് വന്നിട്ട് 1 മണിക്കൂറായി. അപ്പോഴാ എങ്ങനെ തല തിരിഞ്ഞു കറങ്ങണോ? നമ്മളുടെ ഇപ്പൊ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാം. നമ്മള് പൊന്മുടി മല കയറണമെന്ന്. നമ്മള് തിരിച്ചു വരും. നിനക്ക് ബസ് കിട്ടിയില്ലല്ലോ ഇതുവരെ. മനസ്സ് മാറരുത്. ഓടാന്നോ? ശരി. സുഹൃത്തുക്കളെ, തിരിച്ചിട്ടപ്പാറ പോയിക്കൊണ്ടിരിക്കുകയാണ് നെടുമ്പങ്ങാട്. ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ അതും ഞങ്ങൾ പോയ വഴി കറക്റ്റ് ഒന്നും അല്ലായിരുന്നു. വണ്ടി പോണ വഴിയൊന്നുമല്ല, അല്ലാതെ പോയത്. കോമഡി അതൊന്നുമല്ല, വേറൊരുത്തനെ അങ്ങ് തിരുവല്ലത്ത് നിന്ന് നമ്മള് വരുത്തിപ്പിച്ചിരിക്കുകയാണ്. എവിടെ എത്തിയെന്തോ ബസ് കിട്ടിയെന്നൊക്കെ പറയണുണ്ട്. ദാസപ്പൻ ഇവിടെ വരും, വന്നോണ്ടിരിക്കുകയാണ്. ഭയങ്കര മടി കേസാണ് ഇന്ന്. ഇന്ന് നമുക്ക് പ്ലാന് പൊന്മുടി പോകാനായിട്ടായിരുന്നു. 2:30 ഞാൻ പൊന്മുടി പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്തിയത് എത്ര മണിക്ക്? 4:30 5 മണിയായി. ഇറങ്ങി വരാൻ നേരത്തേക്ക് ഇറക്കി വിടും. അപ്പം നമുക്കൊരു സമാധാനമായിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥലം നെടുമ്പങ്ങാട് തന്നെ. ഒരുത്തനും വഴി കൂടെ നേരെ പോകാൻ വയ്യ. എടുത്ത് ചാട്. ചിറ്റിപ്പാറ അറിയാമോ? വിദൂര. അവിടെ ഭയങ്കര ഇങ്ങനെ കുത്ത് കയറ്റമാണ്, വണ്ടിയൊന്നും കയറത്തില്ല. ആഞ്ജനേയ സ്വാമി ക്ഷേത്രം, തിരുച്ചിട്ടപ്പാറ, താന്നിമൂട്. അയ്യോ, ഇപ്പോഴേ
വെച്ചു തുടങ്ങി. കാർഡിയോ ചെയ്യണം, പോയി വെയിറ്റ് ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. വീട് കത്തിച്ച് അവന്റെ മണ്ടയിൽ വീട്ടിന്റെ ഒരു പല വന്ന് വീഴും, അപ്പോഴാണ് തൂക്കാൻ പറ്റൂല. അപ്പൊ എന്റെ സെർവന്റ് എന്ന് പറയും ഇതുപോലെ ഒരു തടി തൂക്കാൻ പറ്റൂലെങ്കിൽ സത്യയുടെ നമ്മളങ്ങെത്തുമ്പോ സൺലൈറ്റ് ഒക്കെ പോയി തിരിച്ചിറക്കാൻ ടോർച്ചിട്ടല്ലേ. കുറച്ച് നേരത്തെ വരേണ്ടതായിരുന്നു. അഭി വേണമായിരുന്നടാ, നമ്മൾ നാളെ എത്തിയേനങ്ങ്. അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ വന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അറിയാൻ പറ്റും. ഞാൻ വന്ന വഴി ഇങ്ങനത്തെ വഴിയല്ലേ, വഴിയേ ഇല്ലായിരുന്നു അതിന്. ഞങ്ങൾ വഴി കണ്ടുപിടിച്ചാണ് വന്നത്. രാവിലെ വന്നാലും പ്രശ്നമാണല്ലേ. അയ്യോ, കുറച്ച് റെസ്റ്റ് എടുക്കാം. നാളെ ഇത് കണക്കത്തെ സ്ഥലമല്ലേ നീ പറഞ്ഞു. നമ്മൾ തിരിച്ചിട്ടപ്പാറ കയറിയിട്ട് പെട്ടെന്ന് ഒരു ഫ്രെയിം മാറി ഈ ഒരു ഫ്രെയിമിലോട്ട് വന്നില്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ത് പറ്റിയെന്ന്. ഒരു മലയിൽ കയറാൻ പറ്റാതെ ഞങ്ങൾ ഇറങ്ങി വന്നതിൻ്റെ കാര്യം പെട്ടെന്ന് ഒരു നെഗറ്റീവ് അടിച്ച് പോയി. നമുക്ക് കുറച്ച് ഞങ്ങൾ കയറിയത് ഭയങ്കര ലേറ്റായി. ഈ ഇരിക്കുന്നവരെ കണ്ടോ, യവനെ അങ്ങ് തിരുവല്ലത്ത് നിന്ന് വിളിച്ചു വരുത്തിയത് മടിയെന്ന് പറഞ്ഞ മിനരാന്തര്. എടാ ഞങ്ങള് വീട്ടില് പട്ടിയെ പോലെ എടുത്ത് പണിയെടുത്തിട്ട് എടാ പുറത്തിറങ്ങാടാ പോവാടാ വാടാന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ ഓഫീസിൽ പോയി വരണവന്മാർക്ക് പ്രശ്നം. ഞങ്ങൾക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങണോടാ. പിന്നെ വിളിച്ചപ്പോ വന്ന് ചെറുക്കൻ ദാസപ്പൻ. അങ്ങനെ ഞങ്ങള് വന്നതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ച് നിന്നപ്പോ ഇവനും ചായ കുടിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം 2 ചായ. ഇനി വേറൊരുത്തം വരണം, അവനോട് വരുമ്പോ അവനും ഒരു ചായ. അവൻ വിളിച്ചിട്ട് പറഞ്ഞ കേട്ടാ, എന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞ എടാ ഞാൻ വരും പറഞ്ഞു. ശരി. രണ്ടാമത് വിളിച്ചിട്ട് ഞാൻ വരുവേ, ഇതെന്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ്. എന്നിട്ട് വീണ്ടും വിളിച്ചിട്ട് എടാ ഞാൻ തുണി എടുക്കണോ. ഞാൻ പറഞ്ഞ് തുണി എടുക്കേ മണി എടുക്കേ, നീ വന്നാ മതി. എന്നിട്ട് ഇപ്പൊ വീണ്ടും വിളിച്ച് പറഞ്ഞു ഞാൻ വന്നിട്ടേ കഴിക്കാവൂ. അടുത്തത് കുട്ടികളുടെ പാർക്കിലാണ് ഗുയ്സ്. പോവാനൊന്നും എടുത്തില്ല, ഞാൻ കുറേ നാളായി പോയിട്ട്, അതാണ് പ്രശ്നം. നേരെ പോയി കറങ്ങി വരാം. നീ ഇവിടെ വന്നിട്ടില്ലല്ലോ. മീനായിരിക്കും ഇത് ഇവിടെ. അതല്ലേ ആമ്പലാണോ താമര എന്താ പറയണ അതിന്? ഈ പക്ഷേ കാണാനല്ലോ, മീനല്ല ആമ്പൽ. ഇവിടെയൊക്കെ എന്തോന്ന് എവിടെ മഴവില്ല അങ്ങനെ പറയാം. ഹലോ എവിടെ അവന്റെ വിചാരം അവൻ ക്യാമറ കാണാന്നാണ് നമുക്ക്. അയ്യേ അടുത്തേക്ക് കിഴങ്ങ ഇടതിലേക്ക് പോട്ട് അയ്യേ എടാ ഊളെ എടാ ഞാൻ വിചാരിച്ച അവിടെ എവിടെയെങ്കിലും നിൽക്കുകയായിരിക്കും. ഞാൻ ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ പോണ്. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടാ, ഇത് കയ്യിൽ വെച്ചോ. നീ ആൻസർ പറയാനുള്ളത്. നീ എന്നെ ആദ്യം വിളിച്ച് വരുമെന്ന് പറഞ്ഞു, രണ്ടാമത് വിളിച്ചിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കഴിക്കാൻ കിട്ടൂലല്ലോ. അങ്ങനെ അവൻ പറഞ്ഞ പോലെ അവനെ കാത്തിരുന്നത് വെറുതെ ആയില്ല. അവൻ വന്നതിന് ശേഷം എല്ലാവർക്കും വിശപ്പടിച്ചിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വിട്ട് നെടുമ്പങ്ങാട്. അവിടെ ഇരുന്ന് കുറേ നേരം ഡയലോഗൊക്കെ അടിച്ചിട്ടാണ് വിശപ്പടിച്ചത്. അങ്ങനെ നേരെ പോയി ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ കാറും എടുത്ത് കുറേ കറങ്ങി, എവിടേക്കോ കറങ്ങി. നൈറ്റ് ഫുള്ള് കറക്കുമായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ എന്തെങ്കിലും പ്ലാൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ വന്ന് കിടന്നുറങ്ങി. Welcome to next Sunday, guys. We are going to a small weekend trip. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മറ്റൊരു വീക്കെൻഡ് ട്രിപ്പിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എവിടെയൊക്കെയാണ് പോകുന്നത്? തുരുത്തുന്നില്ല പറയണം. അതെ, വൺട്രോ തുരുത്ത്, വൺട്രോ ഐലൻഡ് എന്നെല്ലാം. അതെ, നമ്മൾ റീൽസ് വഴി കൂടുതൽ കാര്യങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ റിയലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൽ മെയിനായിട്ടുള്ളത് ഡ്രൈവറായി മിസ്റ്റർ അഭിനന്ദ്, ബാക്ക് സീറ്റിൽ ഇതാ ഒരു സൈഡ് കണ്ണദാസും, മറ്റൊന്ന് നമ്മുടെ പ്രിയർ ജർമ്മൻ എ.കെ.എ. അഭിജിത്ത്. സോ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വെഞ്ഞാറമൂട് കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വെഞ്ഞാറമൂട് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ അവിടെ ഇപ്പോൾ അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ അതുവഴി പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡൈവേർഷൻ എടുത്ത് വെഞ്ഞാറമൂട് കയറാതെ കുറച്ച് വേറെ ഷോർട്ട് കട്ട് വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ അതെ, ഇതിപ്പോൾ നല്ല റോഡും കൂടെയാണ്. അപ്പോൾ
എല്ലാവരും ഇൻ കേസ് വെഞ്ഞാറമൂട് വഴി ട്രാവൽ ചെയ്യുന്ന അതുവഴി ക്രോസ് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളവർ അതുവഴി പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ ആൾമോസ്റ്റ് അറൗണ്ട് 50 കിലോമീറ്റേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് അവിടെ പോയി. നമ്മളിപ്പോൾ ഇടിയക്കടവ് എന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് മൺട്രോത്തുരുത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് മാപ്പിൽ കാണിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ. ബോട്ടിങ് സൗകര്യങ്ങൾ അതുപോലെ തന്നെ ബോട്ടിങ് പരിപാടികളൊക്കെ ഉണ്ടെന്നാണ്. അതെ ഉണ്ട്. ഹായ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. സോ ബൈ ദ വേ, നിങ്ങളൊക്കെ ഇറങ്ങുക ഇങ്ങനെയുള്ള സ്ഥലത്തോട്ട്. വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊണ്ട്. കാറ്റ് കൊണ്ടെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സ്ഥലം കാണിച്ചു തരാം. മൺട്രോത്തുരുത്തിലോട്ട് പോണ വഴിയാണ് ഗൈസ്. എൻ്റെ പൊന്നെ, ഇതൊക്കെയാണ് ലൈഫ്. എന്തല്ലേ നമ്മുടെ ചെറുക്കെന്താ കിടക്കണേ. അടിപൊളിയായിട്ട് പയ്യന്മാരെല്ലാം ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. ഹേ ജർമ്മൻ ഹിയർ, ജർമ്മൻ നിയറസ്റ്റ് ദി ഐലൻഡ്. ഇവിടെ ഫോട്ടോഷൂട്ട്. ഇവിടെ സുഭാഷിൻ്റെ കലാവിരുത്. ഓ പോസ് എന്താടാ ചിരിക്കണം. നമ്മൾ പോണ വഴിയാണ് കേട്ടോ, എത്തിയിട്ടില്ല, ഇനിയുണ്ട് ഒരുപാട്. ഇപ്പോൾ ഇങ്ങനൊരു സ്ഥലം കണ്ടപ്പോൾ പെട്ടെന്ന് ഇറങ്ങി നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഇവിടെ വെള്ളമുണ്ട്. വെള്ളത്തിലേക്ക് കയറിയിട്ട് എത്ര നാളായി. ഡ്രൈവൊക്കെ ചെയ്ത് വന്നുകൊണ്ട് ചെറിയൊരു നടുവേദന. ഇനി ഞാൻ വേറെ ആർക്കെങ്കിലും ഡ്രൈവ് ചെയ്യാൻ കൊടുക്കാം. കണ്ണാസ് ഡ്രൈവ് ചെയ്യാനാണ്, വെള്ളത്തിലല്ല റോഡിൽ. കാർ എടുത്തിട്ടൊരു വരവുണ്ട്. നെക്സ്റ്റ് ആരാ വണ്ടി അടിക്കുന്നേ? എടാ കിയലിരിപ്പുണ്ട്. സുഭാഷ് ഇൻ ദിസ് കാർ. മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞാൽ ഈ ഫുള്ള് കറങ്ങണം. നമുക്ക് മൊത്തം കറങ്ങിയാലേ മൺട്രോത്തുരുത്ത് മൊത്തം അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പോണത് നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമല്ലേ, അവിടെയാണ് നോക്കണം. ഊണ് റെഡി എവിടെയെങ്കിലും കാണും, അവിടെ നിർത്തിയില്ല. അതാണ് നിന്റെ വിഷമോ? ഇറച്ചിക്കോഴി വേണോ കളിയാ? വെടിക്കോഴി തരാം, അത് നമുക്ക് വെടി വെച്ചിടാം. നിർത്തിയാണ് ഷാപ്പിൽ കയറണ. ഷാപ്പിലെ കറിയും നാവിലെ രുചിയും. കള്ള് ഷാപ്പിലെത്തിയിരിക്കുന്നു ഗുയ്സ്. അവിടെ അകത്തിടാൻ പറ്റുമോ? ചെറുക്കൻ എവിടെയെങ്കിലും പാർക്കണം ഗുയ്സ്. കള്ള് ഷാപ്പിൽ കള്ളടിക്കാൻ വന്നതല്ല ഗുയ്സ്. നമ്മൾ കള്ള് ഷാപ്പിലെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള കറികൾ കള്ള് ഷാപ്പിലെ കിട്ടും. പ്രമാണം. ഇവിടെ എല്ലാം ഉണ്ടെന്ന് അറിയാം. താറാവ് റോസ്റ്റ് ഉണ്ടോ ചേട്ടാ? ഇവിടുത്തെ സ്പെഷ്യൽ എന്തിനാണ്? ചിക്കൻ റോസ്റ്റ്. അങ്ങനെ ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടുത്തെ വിഷലൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഓർഡർ കൊടുത്തത് ഒരു നെയ്മീൻ്റെ തലക്കറിയും പിന്നെ മരിച്ചിനി പിന്നെ പോർക്ക്. ഇതെല്ലാം പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത് എന്നെ നോക്കൂ. നെയ്മീൻ്റെ തല കാണാം. സൗണ്ട് കേട്ടത് ഞാൻ ചൂടുണ്ട് പലതും പറയും. ഇപ്പൊ 2 ഹാഫ് വരാണ്. ഇപ്പൊ ഹാഫേ ഉള്ളു. അങ്ങനെ കഴിച്ചിറങ്ങിയ ഞങ്ങൾ ഒരു വള്ളത്തിലോട്ടൊക്കെയാണ് കയറാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പേ പ്ലാൻ ഉണ്ടായിരുന്നു കയാക്കിങ് ചെയ്യണം എന്നുള്ള കാര്യം. ചെറിയ മഴയൊക്കെ ആയതും പിന്നെ റേറ്റിൻ്റെ ഒരു ഇഷ്യൂവും കൊണ്ട് കയാക്കിങ് ഞങ്ങൾ ഒഴിവാക്കി. ഒരുപാട് പേരായിട്ട് വരുമ്പോൾ നമുക്ക് കയാക്കിങ് ചെയ്യാന്നുള്ള പ്ലാനിലെത്തി. അങ്ങനെ ഒരു വള്ളം സെറ്റാക്കി വള്ളത്തിലോട്ട് കയറുകയാണ് ഞങ്ങൾ. അവന് പിന്നെ ബാക്ക് ഫ്ലിപ്പ് അറിയാമോ? എൻ്റെ സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ അറിയാവോ?
അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആ ഒരു വള്ളത്തിലെ യാത്ര ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ മുന്നിൽ കാണുന്നത് വേറൊരു ഫാമിലിയാണ്. അവർ മുന്നേ പോകാനുള്ള പുറപ്പാടാണ്. കുനിയടാ കുഴപ്പമില്ല. അപ്പൊ എനിക്കും കുഴപ്പം കാണൂലല്ലോ. നിങ്ങൾ ടിൻസാണോ? വരും. പവിഴമല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഇവിടെ മീനും മറ്റേതൊക്കെ കാണുമായിരിക്കും. മറ്റേ കൊഞ്ച് കാണാം. ശരി തന്നെ, എല്ലാരും ഒരേപോലത്തെ ഷർട്ട്. ഒരുപാട് മിസ് ചെയ്തേ. അല്ല ഇത് വെള്ളത്തിൽ വീണാലും കുഴപ്പമില്ല. അവിടുത്തെ വൈബ് അതൊഴുകി പോകണക്കാണ് എനിക്ക് തോന്നണം. സത്യം. വേറെ അങ്ങോട്ടെങ്കിലും നോക്കുമ്പോഴേ കപ്പൽ സ്പീഡിന് ഒരു സാധനമുണ്ട് ബൈക്ക്. അത് വെച്ചിട്ട് ഇങ്ങനെ പോകാം. കടലെങ്ങോട്ടാണോ എന്തോ എന്തോ അങ്ങോട്ടാണോ അറിയണ്ടേ? അങ്ങനെ ചേട്ടനുമായിട്ടൊക്കെ കിഴക്കും പടിഞ്ഞാറൊക്കെ മനസ്സിലാക്കിയിട്ട് അവർ പടിഞ്ഞാറും കിഴക്കെന്നൊക്കെയല്ലേ പറയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മളിതാ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന ആ ഒരു പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ഒരു ഓറഞ്ച് കളറിലേക്ക് കാണുന്നില്ല, അതാണ് ആ കയാക്കിങ് ചെയ്യുന്നൊരു ബോട്ടിങ്. നമ്മൾ അതിലെടുക്കാനെന്നാണ് വിചാരിച്ചത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്തായാലും പക്ക കയാക്കിങ് നമ്മളെടുത്തിരിക്കും. ഇതെങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് അടുത്ത ഡൗട്ട്. നല്ല ആഴം ഉണ്ടാകുന്ന അറിയത്തില്ല, പക്ഷേ അവരൊക്കെ ഇറങ്ങി നിൽക്കണുണ്ടാകുമ്പോൾ ഇവിടെ സുഭാഷിനോട് ഫോട്ടോ എടുപ്പ്. അവൻ ഇറങ്ങുന്ന മുമ്പേ ഫോട്ടോ എടുക്കണം. അതങ്ങനെ ഒരുത്തൻ. അങ്ങനെ ചേട്ടനിത് കരക്കടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മളെ. ഓക്കെ. അവൻ ജെർമ ഇറങ്ങി നിന്നപ്പോൾ തന്നെ അവന് മറ്റേ അത്ഭുത ദ്വീപിലെ രാക്ഷസ് ഇറങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ എൻ്റെ ആദ്യത്തെ കാലെടുത്ത് ഞാൻ വെള്ളത്തിൽ വെച്ചു. വിചാരിക്കുന്ന നടക്കുന്നല്ലോ, നല്ല ആഴമൊന്നുമില്ല, നമുക്ക് മുട്ടിന് അത്രയും ആഴമുള്ളൂ. പക്ഷേ പാൻറ്റൊക്കെ നല്ലപോലെ പൊക്കി വെച്ചോളണം, ഇല്ലെങ്കിൽ അടിപൊളിയായിട്ട് നനയും. എനിക്ക് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തണുത്ത വെള്ളത്തിൽ കൂടെ മന്ദം ഞാനിങ്ങനെ നടന്ന് കളിച്ചു. ആദ്യമായിട്ട് ഇറങ്ങിയതുകൊണ്ട് ബാലൻസൊക്കെ പോയി. എങ്കിലും അടുത്തത് സുഭാഷ് ഇറങ്ങാൻ പോകുന്നു. അതെ, സുഭാഷ് ഇത് ഇറങ്ങി കഴിഞ്ഞു. അവിടെ കണ്ണദാസ് ഒരു സെറ്റിയുടെ ഉള്ളൂ. ഫുള്ള് ഒരു തുള്ളി പോലും എൻ്റെ പേറ്റിലാവല്ലെന്ന് പറഞ്ഞാണ് അവൻ ചാടി ഇറങ്ങണത്. ഇങ്ങനെ ചാടി ഇറങ്ങിയിട്ട് ജർമ്മനി എങ്ങും എത്തിയില്ല. ജർമ്മനി അവൻ്റെ മുട്ടിൻ്റെ അടുത്ത് പോലും എത്തിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ആണെങ്കിൽ മുട്ട് കഴിഞ്ഞൊക്കെ എത്തി വെള്ളം. അങ്ങനെ ഞങ്ങൾ നടക്കേണ്ട സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം നടക്കാമെന്നുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ചത്താലിറങ്ങൂല. കുറച്ചങ്ങ് ഇറങ്ങിപ്പോയാൽ മതി, പിന്നെ നിനക്ക് എടുക്കേണ്ടി വരില്ല. അങ്ങനെ കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോ പിടുത്തം നടത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ആ ഫോട്ടോസ്. വിളിച്ചാ മോളോട്ടൊക്കെ എൻ്റെ താഴത്തെ കിളി പറന്നു. താഴത്തെ ബാലൻസ് നിൽക്കാൻ ഇതാണെങ്കിൽ 1 night ഹലോ അങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് പോകില്ല, അങ്ങോട്ട് ഇതുവരെ ഉള്ളു. അവിടെ മാത്രം തന്നില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഏതെങ്കിലും കണ്ടൽ ചെടിയാണെങ്കിൽ ഉണ്ടല്ലേ, അത് കൊള്ളാല്ലേ ആ സാധനം. അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആ ഒരു യാത്രയ്ക്ക് ശേഷം തിരിച്ചു വന്ന വഴിക്ക് കാർ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ട്, അതാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതിൽ ഒരു പയ്യൻ കൈയൊക്കെ എടുത്ത് കാണിച്ച് അങ്ങനെ അവർക്കൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. വന്ന വഴി തന്നെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പോണ വഴി തന്നെ ഒരു പെട്ടെന്ന് ചായ കുടിക്കാനായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ചായ കുടിക്കാനായിട്ട് ചാടി ഇറങ്ങിയ സ്ഥലമാണെങ്കിൽ അടിപൊളി, രക്ഷയില്ല. അങ്ങനെ ചായയും കുടിച്ച് ആ ഒരു ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. ഈ കാണുന്നതാണ് സ്ഥലം. ഇത് രസമല്ലേ? അതൊരു ഈവനിങ് ഒരു 6 o'clock ടൈമിലൊക്കെ അല്ലെ ആ ടൈമിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബ്. എന്നാൽ ഓവറായിട്ട് എന്താ പറയുക, നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അടിപൊളി, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്നൊരു ചായയും കുടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ വണ്ടിയിലോട്ട് കയറി. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നല്ലൊരു വീക്കെൻഡ് ട്രിപ്പും കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്ത് പോകുന്നത് ഞങ്ങളെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വർക്ക് പ്രഷറൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വീക്കെൻഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ സത്യം പറഞ്ഞ വിഷമമാണ്. ഇനി നെക്സ്റ്റ് വീക്കെൻഡ് വരെ കാത്തിരിക്കണം. പക്ഷേ എന്താ ഒരു വർക്കിന് കയറാനുള്ള ഒരു സാറ്റിസ്ഫാക്ഷനും എന്താ പറയുക, കംപ്ലീറ്റ്ലി മൈൻഡ് റീസെറ്റ് ആവുന്നൊരു ടൈമാണ്. സോ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കെൻഡിൽ കാണാം. നെക്സ്റ്റ് വീക്കെൻഡിൽ കാണുന്നത് വരേക്കും അണ്ടിൽ ദെൻ ബൈ ബൈ.